പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വേദ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ഞാൻ താഴോട്ടുള്ള വേദഭാഗങ്ങൾ പിന്നീട് വായിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നവരാണ്. യേശു എവിടെ പോയാലും അവർ അവനെ അനുഗമിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം പേരും കടലുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അതുകൊണ്ട് കടലിലുള്ള സകല കാര്യങ്ങളും നന്നായി അറിയാവുന്നവരായിരുന്നു ഈ ശിഷ്യന്മാർ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കടല് പ്രതികൂലമാണെങ്കിൽ അവർ ഒരിക്കലും അവരുടെ പടകുകളെ കടലിലേക്ക് ഇറക്കുകയില്ല, മീൻപിടുത്തത്തിനായി അവർ പോവുകയില്ല. ഞാൻ ചിന്തിക്കുന്നത്, തീർച്ചയായിട്ടും ഈ ശിഷ്യന്മാർക്കറിയാം ഇപ്പോൾ പോകാവുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പക്ഷേ യേശുവിൻ്റെ വാക്കിന് മുമ്പിൽ അവർ അനുസരിച്ച് അവർ പുറപ്പെടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് സാഹചര്യങ്ങൾ അറിയാം, പക്ഷേ കർത്താവ് നമ്മളോട് ഒരു വാക്ക് പറയുമ്പോൾ നാം അത് അനുസരിച്ചാൽ നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല. നോക്കിക്കേ, ഇവിടെ ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്കിന് അനുസരിച്ച് അവർ പടകിൽ യാത്ര ചെയ്യുക. യേശുവും പടകിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നു, അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി എന്നുള്ളത് ഒരു വലിയ തെറ്റായൊരു കാര്യമല്ല. കാരണം കർത്താവ് യേശുക്രിസ്തു അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. മനുഷ്യത്വത്തിൽ അവൻ തീർച്ചയായിട്ടും ശാരീരികമായ ക്ഷീണങ്ങളും വേദനയും രോഗങ്ങളൊക്കെ അനുഭവിച്ചവനായിരുന്നു കർത്താവ് യേശുക്രിസ്തു. പക്ഷേ ഇവിടെ ഒരു ആത്മീകമായൊരു അർത്ഥമുണ്ട്. അവർ ഈ പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ താഴേക്ക് തന്നെ വായിക്കുന്നു, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. മറ്റൊരു വേദഭാഗത്ത് പറയുന്നു, നിനക്ക് വിചാരമില്ലയോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇവർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്, യേശു ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് യേശുവിന് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമേ എന്തേ നീ ഇതൊന്നും അറിയുന്നില്ലേ? പല സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ നീ എന്താ ഇടപെടാത്തത്? നീ അറിയുന്നില്ലയോ? അതോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തോട് പരിഭവം പറയാറുണ്ട്. അവർക്കുള്ള ദൂതാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം ഉറങ്ങുന്നു അല്ലെങ്കിൽ ദൈവം അറിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നവനാണ്. ഈ ശിഷ്യന്മാർ അവർ വളരെ പ്രാണഭയത്തിലായി എന്ന് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നു. അവർ പറയുന്നു, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവരുടെ ജീവിതം അവസാനിക്കാൻ പോകുകയാണെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വ്യാപരിപ്പാനിടയായി തീർന്നു. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു, നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുവാൻ തുടങ്ങുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവിൽ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല. കർത്താവ് യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവൻ ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരും. യേശുവിനെ അവർ ഉണർത്തിക്കഴിഞ്ഞപ്പോൾ യേശു എഴുന്നേറ്റ് ആദ്യം ചെയ്ത കാര്യം, അവൻ കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. നോക്കിക്കേ, ഈ പ്രകൃതി ശക്തികളോട് യേശു ശാസന കൽപ്പിക്കുക, യേശു അവരെ തർജ്ജനം ചെയ്യുക. അതിനർത്ഥം ഇതെല്ലാം അവൻ്റെ അധികാരത്തിൽപ്പെട്ടതായ കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല വിഷയങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിൽ മേലും യേശുവിന് അധികാരമുണ്ട്. പക്ഷേ ഈ കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ച് അവ അമർന്ന് ശാന്തത ഉണ്ടായ ശേഷം യേശു ശിഷ്യന്മാരെ ശാസിക്കാൻ തുടങ്ങി. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അതായത് ഈ സംഭവത്തോടുകൂടെ യേശുവിനൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇവർക്ക് വിശ്വാസത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. കാരണം
ഇവർക്ക് വിശ്വാസം ഇല്ല. എന്തായിരുന്നു അവർ വിശ്വസിക്കേണ്ടത്? അവർ വിശ്വസിക്കേണ്ടത് കാറ്റിനെയോ കടലിനെയോ വെള്ളത്തിൻ്റെ കോപത്തെയോ ഒന്നുമല്ല അവർ വിശ്വസിക്കേണ്ടത് യേശു ഞങ്ങളുടെ പടകിലുണ്ട്, യേശു അധികാരിയായി ഞങ്ങളുടെ പടകിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നശിച്ചു പോവുകയില്ല. അപ്പോൾ യേശു ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എന്തിയേ? എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം? ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ വിശ്വാസം എവിടെ? ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് വിശ്വാസം എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നതെന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. 3.5 വർഷം യേശുവിനോടുകൂടെ ഇവർ ഉണ്ടായിട്ടും വേണ്ടവണ്ണം വിശ്വാസത്തിൽ വളരുവാൻ ഈ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. അവരുടെ പ്രായോഗിക തലത്തിൽ ഈ വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്യുവാൻ ഈ ശിഷ്യന്മാർക്ക് വേണ്ടവണ്ണം സാധിച്ചില്ല. അതുകൊണ്ട് യേശു പറയുന്നു, ഇവിടെയെല്ലാം നിങ്ങളുടെ വിശ്വാസമാണ് വലുത്. നിങ്ങൾ ആരിൽ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം വലുതായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയം പ്രാപിക്കാൻ കഴിയുന്നുള്ളൂ. യേശു തന്നെ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ വിശ്വാസത്തിൽ തളരാതെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വന്ന് യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിത പടകിലുണ്ടെന്ന് വിശ്വസിക്കുവാനും പ്രതികൂലത്തിന് നടുവിൽ കർത്താവിൻ്റെ നിയന്ത്രണം ഉണ്ട് എന്ന് വിശ്വസിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാണഭയത്തിൻ്റെ മുമ്പിൽ അല്ല നിങ്ങൾ നശിച്ചു പോകുന്നു എന്നുള്ള ആ ചിന്തകളുടെയും ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ നേരെ നിർത്തുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രാണഭയത്താലോ നശിച്ചു പോകുന്നു എന്നുള്ള വിചാരത്താലോ ഈ സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ ദൈവീക പ്രത്യാശയാൽ അവരെ നിറയ്ക്കണമേ. അവരുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു വരണമേ. അവർ വിശ്വാസത്തെ ഉപയോഗിക്കുന്നവരായി തീരുവാൻ, വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുന്നവരായി തീരുവാൻ നീ അവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് bless you all.